എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ആധാർ കാർഡ് ഉപയോഗിക്കുന്നവർ ഡിസംബർ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ആധാർ പുതുക്കുന്നതിലും അതുപോലെ തന്നെ പുതിയ ആധാർ കാർഡ് എടുക്കുന്നതിലും എല്ലാം വലിയ മാറ്റങ്ങളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം പുതിയ ആധാർ ആപ്പ് വരികയാണ്. അതുകൊണ്ട് തന്നെ ആധാറിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പികൾ എവിടെയും നൽകേണ്ടി വരുന്നില്ല ഈ ആധാർ ആപ്പ് സജീവമാകുമ്പോൾ എന്നുള്ളതാണ്. ആധാർ ആപ്പ് ഇപ്പോൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ് എങ്കിൽ പ്രവർത്തനക്ഷമമായിട്ടില്ല. ഡിസംബർ അവസാനത്തോടു കൂടി അത് പ്രവർത്തിച്ചു തുടങ്ങും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ ആധാർ കാർഡിന്റെ വിവരങ്ങൾ നമ്മൾ ആർക്കും നൽകേണ്ടതില്ല. ആപ്പിൽ നമ്മുടെ ആധാർ കാർഡ് വിവരങ്ങൾ സജ്ജീകരിച്ചതിന് ശേഷം നിശ്ചിത നമ്മൾ എവിടെയാണോ ഈ ഒരു ആധാർ സമർപ്പിക്കേണ്ടത് അവിടെയുള്ള സ്ഥലത്തെ QR കോഡ് സ്കാൻ ചെയ്താൽ നമ്മുടെ വിവരങ്ങൾ, ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ അവിടെ ലഭിക്കുന്നതാണ്. അതായത് നമ്മുടെ ഫിസിക്കലായിട്ടുള്ള കോപ്പി എവിടെയും നൽകേണ്ടതില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പുതിയ ആധാർ കാർഡ് എടുക്കുന്നതിന് പാൻ കാർഡ്, അതുപോലെ തന്നെ സ്കൂൾ വിടുതൽ സർട്ടിഫിക്കറ്റ് അതായത് TC, ഭിന്നശേഷി സർട്ടിഫിക്കറ്റുകൾ, വിവിധ സർക്കാർ വകുപ്പുകൾ നൽകുന്ന ഫോട്ടോ പതിച്ചിട്ടുള്ള തിരിച്ചറിയൽ കാർഡുകൾ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കുടുംബാവകാശ രേഖ, പൊതുമേഖലാ ബാങ്കുകൾ നൽകുന്ന ഫോട്ടോ പതിച്ചിട്ടുള്ള പാസ്ബുക്ക്, ഇവയൊന്നും ഇനി പുതിയ ആധാർ കാർഡ് നൽകുന്നതിനുള്ള രേഖയായിട്ട് സ്വീകരിക്കില്ല എന്നാണ് ഇപ്പോൾ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ വോട്ടർ തിരിച്ചറിയൽ കാർഡ്, ഫോട്ടോ പതിച്ചിട്ടുള്ള റേഷൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, ഫോട്ടോ പതിച്ചിട്ടുള്ള SSLC ബുക്ക് ഇവയൊക്കെ തുറന്നും ഉപയോഗിക്കാവുന്നതാണ്. 5 മുതൽ 18 വയസ്സ് വരെയുള്ള പുതിയ ആധാർ കാർഡ് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള രേഖയിൽ നിന്നും റേഷൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, കേന്ദ്ര ആരോഗ്യ സ്കീം കാർഡ്, മാർക്ക് ഷീറ്റ് എന്നിവ ഒഴിവാക്കിയിട്ടുമുണ്ട്. ഭിന്നശേഷിക്കാരായ നിരാലംബരായിട്ടുള്ള വ്യക്തികളുടെ ആധാർ എൻറോൾമെന്റിനും അപ്ഡേഷനും ജില്ലാ സാമൂഹ്യക്ഷേമ ഓഫീസ് നൽകുന്ന സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. പുതുക്കൽ നടപടികളിൽ ചില ഭേദഗതികളും വരുത്തിയിട്ടുണ്ട്. ആധാർ നമ്പർ ഉള്ള ആൾ മുമ്പ് ജനന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട് എങ്കിൽ ജനനതീയതി തിരുത്തുന്നതിന് വേണ്ടി അതേ ജനന രജിസ്റ്റർ നമ്പർ അതായത് BRN ഉൾക്കൊള്ളുന്ന തിരുത്തിയ ജനന സർട്ടിഫിക്കറ്റ് നൽകണം. ജനന സർട്ടിഫിക്കറ്റ് ഒഴികെയുള്ള ജനന തീയതിയുടെ തെളിവുകൾക്ക് ജനന സർട്ടിഫിക്കറ്റ് ഒഴികെയുള്ള ജനന തീയതി തെളിയിക്കുന്ന മറ്റ് രേഖകൾ, ഉദാഹരണത്തിന് മാർക്ക് ഷീറ്റ്, അതുപോലെ തന്നെ പാസ്പോർട്ട് ഇവയാണ് സമർപ്പിച്ചിട്ടുള്ളത് എങ്കിൽ അതേ രേഖയുടെ തിരുത്തിയിട്ടുള്ള പകർപ്പോ ജനന സർട്ടിഫിക്കറ്റോ നൽകണം. അതായത് ഇപ്പോൾ ജനന തീയതി തിരുത്തുന്നതിന് ആവശ്യമായിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അതുപോലെ തന്നെ ലിംഗമാറ്റത്തിനും പൂർണ്ണമായിട്ടുള്ള പേര് മാറ്റത്തിനും ട്രാൻസ്ജെൻഡർ തിരിച്ചറിയൽ കാർഡ് സ്വീകരിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം വരുന്നത് ആധാർ കാർഡിന്റെ ഡിസൈനിൽ മാറ്റം വരുത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി. പുതുതായി പുറത്തിറക്കുന്ന ആധാർ കാർഡിൽ വ്യക്തിയുടെ ഫോട്ടോയും അതോടൊപ്പം തന്നെ QR കോഡ് മാത്രമാണ് ഉണ്ടാകുക എന്നുള്ളതാണ് വിവരം. നിലവിലെ ആധാർ കാർഡിൽ ഉള്ളതുപോലെ തന്നെ ആധാർ നമ്പർ, വ്യക്തിയുടെ പേര്, വിലാസം, മറ്റു വിവരങ്ങളൊന്നും ഈ പുതിയ ആധാർ കാർഡുകളിൽ കാണില്ല എന്നുള്ളതാണ്. ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പികൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഈ ഒരു മാറ്റം കൊണ്ടുവരുന്നത്. അപ്പൊ ഇതാണ് ആധാറുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്. 10 വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് പുതുക്കിയിട്ടില്ല എങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി പോയിട്ട് പുതുക്കണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ SIRമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിദേശത്തുള്ള ആളുകൾക്ക്, ആധാർ പുതുക്കാത്തവർക്ക്, അതുപോലെ തന്നെ ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്തവർക്കൊന്നും വിദേശത്ത് നിന്ന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല SIRമായി ബന്ധപ്പെട്ട്. അപ്പോൾ നിർബന്ധമാണ് ആധാർ പുതുക്കൽ, ആധാറിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യൽ. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും അത് വേണം. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരികയാണ്. ഇതിനും ഈ ആധാർ ഒരു മുഖ്യ രേഖയായിട്ട് വരികയാണ്. വെച്ചാൽ എല്ലാ വർഷവും ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കും വാർഷിക മസ്റ്ററിംഗ് ഉണ്ടാകും. അവരുടെയും ആധാർ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യണം. 10 വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ അപ്ഡേറ്റ് ചെയ്യുകയും വേണം എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.